അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. വായി തുറന്ന് പറഞ്ഞാട്ടെ, അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞാട്ടെ, അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. നിങ്ങളുടെ കൂടാരങ്ങൾക്കകത്ത് ഹല്ലേലൂയ അത് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പിശാച് കേൾക്കുന്ന രീതിയിൽ അത് നിങ്ങൾ പറയണം. അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. ഹല്ലേലൂയ. നീയും നിന്റെ കുടുംബവും നിന്റെ തലമുറയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. ആമേൻ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ, ഈ പ്രവചനം പറയുമ്പോൾ ഹല്ലേലൂയ, ആരാ നീ വിശാലത പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞേ? ആരാ നീ അഭിവൃദ്ധി പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞേ? ഏത് സാഹചര്യമാ നീ അഭിവൃദ്ധി പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞേ? ഹല്ലേലൂയ. അതിനെ നോക്കി ആത്മാവിൽ നിങ്ങൾ ഈ രാത്രി വിളിച്ചു പറ. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ധൈര്യത്തോടെ പറ. ഹല്ലേലൂയ. അഭിവൃദ്ധി ഹേതുവായി ഞാൻ വിശാലത പ്രാപിക്കൂ. ഹല്ലേലൂയ. ഞാൻ വിശാലത പ്രാപിക്കൂ. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശാലത പ്രാപിക്കൂ. ഹല്ലേലൂയ. നീ അഭിവൃദ്ധി പ്രാപിക്കൂ. ഇന്നു രാത്രി അച്ഛാമൻ ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച വചനത്തെ എനിക്കറിയാം, ഭയങ്കരമായ വചനമാ വീടിനകത്ത് ഈ രാത്രി എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അഭിവൃദ്ധി ഹേതുവായി ഞാൻ വിശാലത പ്രാപിക്കും. ഹല്ലേലൂയ. ഈ പദം നിങ്ങൾ പറയുമ്പോൾ, ഈ പദം നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ, ഈ വചനത്തെ നീ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ, നിന്റെ അഭിവൃദ്ധിക്കെതിരെ നിൽക്കുന്ന, നിന്റെ വിശാലതക്കെതിരെ നിൽക്കുന്ന, നിന്റെ തലമുറയുടെ അഭിവൃദ്ധിക്കെതിരെ നിൽക്കുന്ന, നിന്റെ തലമുറയുടെ വിശാലതക്കെതിരെ നിൽക്കുന്ന ഏതു കോടികുത്തിയ ശത്രുവാണെങ്കിലും ഇന്നു രാത്രി നീ പ്രഖ്യാപിക്കുമ്പോൾ, കരവടിക്കാമെങ്കിൽ നന്നായി കരവടിച്ച് അന്യഭാഷ പറയണമെങ്കിൽ അങ്ങനെ നിങ്ങൾ ആ ദൂതിനെ അങ്ങ് സ്വീകരിക്കുക. ഈ വചനത്തെ വിട്ടുകളയരുത്. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവ നിങ്ങളോട് രാത്രി അരുളി ചെയ്യുകയാണ്. സൈന്യങ്ങളുടെ യഹോവ ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, അഭിവൃദ്ധി ഹേതുവായി ഇനിയും നിങ്ങൾ വിശാലത അനുഭവിക്കും. ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇതാരെങ്കിലും പറഞ്ഞതല്ല, വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല. സൈന്യങ്ങളുടെ യഹോവ ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന 54 കുടുംബത്തെ നോക്കി പ്രവചനാത്മാവിൽ കൈമാറുകയാണ്. 54 വ്യക്തികളെ നോക്കി പ്രവചന ആത്മാവിൽ കൈമാറുന്നു. ഈ വചനം നിന്റെ വീടിനകത്ത് വിത്തായി കിളുത്തു വരാൻ തുടങ്ങുകയാണ്. ഈ വചനം നിന്റെ തലമുറയുടെ മേൽ കിളുത്തു വരാൻ തുടങ്ങുകയാണ്. ഈ വചനം നിന്റെ ഭാവിയുടെ മേൽ ഹല്ലേലൂയ ഉരുവാകാൻ തുടങ്ങുകയാണ്. ഈ വചനം നിന്റെ ശുശ്രൂഷയുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങുകയാണ്. ഈ വചനം നിന്റെ തലമുറയുടെ മേൽ ജീവിക്കാൻ തുടങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നീ പദം പറയുമ്പോ പിശാച് നിന്നെ നോക്കി പറയും, നോ നോ നോ, നീ അഭിവൃദ്ധി പ്രാപിക്കത്തില്ല. നിന്റെ തലമുറ അഭിവൃദ്ധി പ്രാപിക്കത്തില്ല. നിന്റെ തലമുറ വിശാലത പ്രാപിക്കത്തില്ല. ഇന്നും നിന്റെ കുഞ്ഞിന് നല്ലൊരു ജോലി ഇല്ലല്ലോ. ഇന്നും നിന്റെ കുഞ്ഞിനൊരു വിശാലത ഇല്ലല്ലോ. ഇന്ന് നീ ആത്മാവിൽ അതിനെ പൊട്ടിച്ചിട്ട് ഹല്ലേലൂയ ആത്മമണ്ഡലത്തിൽ കൃപയുള്ള ദൈവമക്കൾ പറയണം, പിശാചേ ഞാനും എന്റെ തലമുറയും വിശാലത അനുഭവിക്കും. ഏത് കൊടികുത്തിയ മന്ത്രവാദി നിനക്കെട്ട് എതിരെ എന്തെല്ലാം ശക്തികൾ അഴിച്ചുവിട്ടാലോ, എന്തെല്ലാം നിനക്കെതിരെ അഴിച്ചുവിട്ടാലോ, ഈ വചനത്തിൽ നിന്ന് നീ ഇന്ന് രാത്രി പ്രഖ്യാപിക്കുന്നുവെങ്കിൽ, ഈ വചനം നീ മുറുകെ പിടിക്കുന്നുവെങ്കിൽ, ഈ വചനം നീ ധൈര്യത്തോടെ ഏറ്റെടുക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയാ, പിശാച് കൊണ്ടുവരുന്ന ഒരു പദ്ധതിക്കും കരപടിച്ച് സ്വീകരിച്ചോ. നന്നായി ഇതിനെ സ്വീകരിച്ചോ. ജോബിനെ സ്വീകരിച്ചോ. ആരെല്ലാം വിശാലത അനുഭവിക്കത്തില്ലെന്ന്
പറഞ്ഞാലോ, ആരെല്ലാം നന്മ അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞാലോ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നീ ഇനിയും ഇനിയും, ആ പദം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഇനിയും അഭിവൃദ്ധി ഹേതുവായി. ഇന്ന് കൊണ്ട് തീരുമെന്നല്ല, ഇന്നലെ കൊണ്ട് തീർന്നെന്നല്ല, നാളെ കൊണ്ട് തീരുമെന്നല്ല, ഇനിയും ആ പദം ഭയങ്കരമായി ഇടപെടുന്നു. ഇനിയും ഇനിയും ഇനിയും. നിന്റെ വീടിനകത്ത് ഇനിയും ചിലതൊക്കെ നടക്കാനുണ്ട്. ഇനിയും നിന്റെ വീടിനകത്ത് ചിലതൊക്കെ കാണാനുണ്ട്. ഇനിയും നിന്റെ ശുശ്രൂഷയിൽ ചിലതൊക്കെ നടക്കാനുണ്ട്. നിന്റെ ശുശ്രൂഷയെ അടച്ചു വെച്ച പിശാച് പറഞ്ഞു, ഇല്ല, ഞാൻ അവന്റെ ശുശ്രൂഷയെ അടച്ചു, അവന്റെ ബൗണ്ടറിയെ ഞാൻ ചുരുക്കി കളഞ്ഞു, ഇനി അവൻ ശുശ്രൂഷിക്കത്തില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഇനിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനിച്ച മോളെ, പദം നിന്നോട് ഭയങ്കരമായി ഇടപെടുകയാ. ഇനിയും 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 നിന്നെ കൊണ്ട് എന്തൊക്കെയോ സ്വർഗത്തിന് ചെയ്യാനുണ്ട്. ഇനിയും നിന്നെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇനിയും നിന്റെ വീടിനകത്ത് എന്തൊക്കെയോ സംഭവിക്കാനുണ്ട്. നീ ഇന്നലെ വരെ കണ്ടതല്ല, ഇന്നലെ വരെ നീ കണ്ടതിലപ്പുറമായി ഇനിയും എന്തോ നിന്റെ വീടിനകത്ത്, ഇനിയും എന്തോ നിന്റെ തലമുറയുടെ മേൽ, ഇനിയും എന്തോ നിന്റെ ഭാവിയുടെ മേൽ, ഇനിയും എന്തോ നിന്റെ ശുശ്രൂഷയുടെ മേൽ. സ്വീകരിക്കാൻ പറ്റുന്നവരെല്ലാം പദത്തെ സ്വീകരിച്ചോ. ഇനിയും പദം എന്തോ ഭയങ്കരമായി ഇടപെടുന്നു. ഒരു പ്രൊഫറ്റിക്കൽ വേർഡായിട്ട് അതിനെ എടുത്തോ. ഇനിയും നിന്റെ വീടിനകത്ത്, ഇനിയും നിന്റെ ശുശ്രൂഷയുടെ മേൽ, നാളിതുവരെ നടന്നതല്ല, ഇനിയും അതിലപ്പുറമായത് എന്തോ നിന്റെ ശുശ്രൂഷയ്ക്കകത്ത്, ഇതിനകത്ത് ഇരിക്കുന്ന, ശുശ്രൂഷയിൽ ഇരിക്കുന്ന ആരെയോ സ്വർഗത്തിലെ ദൈവം ശക്തമായി തൊടുകയാ. ഇനിയും നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് എന്തൊക്കെയോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നലെ വരെ അടഞ്ഞുപോയ വഴികൾ, ഇന്നലെ വരെ അടഞ്ഞുപോയത് സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഇനിയും നീ അത് തുറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും നിന്റെ മേഖലകളെ ഞാൻ തുറക്കാൻ ആഗ്രഹിക്കുകയാ. അവിടെ എഴുതി വെച്ചിരിക്കുകയാ, എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കുമെന്ന്. നീയും നിന്റെ തലമുറയും ഇനിയും വിശാലത പ്രാപിക്കും. നീയും നിന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടൂ. നിന്റെ തലമുറയെ നോക്കി പ്രാഗിയവരുടെ മുന്നിൽ, നിന്റെ തലമുറയെ നോക്കി ശപിച്ചവരുടെ മുന്നിൽ, നിന്റെ തലമുറയെ നോക്കി നിന്ദിച്ചവരുടെ മുന്നിൽ, നിന്റെ തലമുറയെ നോക്കി അപവാദം പറഞ്ഞവന്റെ മുന്നിൽ, നിന്റെ തലമുറയെ നോക്കി നിന്ദിച്ചവന്റെ മുന്നിൽ, നിന്റെ തലമുറയെ നോക്കി കളിയാക്കിയവന്റെ മുന്നിൽ ഈ രാത്രി സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. ഇനിയും ഹല്ലേലൂയ. എനിക്കറിയാം, ഭയങ്കര ദൈവ സാന്നിധ്യം ഞാൻ ആത്മാവിൽ കാണുകയാ. അസാധാരണ ദൈവ സാന്നിധ്യം. ഇനിയും ഇനിയും നിന്റെ തലമുറ പട്ടണത്തിനകത്ത് എഴുന്നേക്കോ. ഹല്ലേലൂയ. ഒന്നിച്ച് നിന്റെ നീ പാർക്കുന്ന പട്ടണത്തിനകത്ത് പട്ടണ ഭൂതങ്ങൾ ഒരുമിച്ച് എഴുന്നേറ്റ് വന്ന് നിന്റെ തലമുറയെ ഉയർത്തത്തില്ലെന്ന് പറഞ്ഞാലോ, ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഇനിയും നിന്റെ തലമുറ പട്ടണത്തിനകത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം, ചില തലമുറകളുടെ മേൽ അസാധാരണ ദൈവ സാന്നിധ്യം തൊടുകയാ. നിന്ദിച്ച ചില ദേശത്ത്, അപമാനിക്കപ്പെട്ട ചില ദേശത്ത്, പരിഹസിച്ച മണ്ണിനകത്ത് നിന്റെ തലമുറ എഴുന്നേക്കാൻ തുടങ്ങുകയാ. നിന്റെ തലമുറ എഴുന്നേക്കാൻ തുടങ്ങുകയാ. നാട്ടുകാരും വീട്ടുകാരും ചാർച്ചക്കാരും ഒരുപോലെ അപമാനിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പട്ടണത്തിനകത്ത് ഇനിയും നിന്റെ തലമുറ എഴുന്നേക്കും. ഇനിയും നിന്റെ തലമുറ വാഴും. ഇനിയും നിന്റെ തലമുറ അഭിഷേകത്തിൽ നിൽക്കും. യേശുവിന്റെ നാമത്തിൽ എന്തോ ചില തലമുറകളുടെ മേൽ അസാധാരണ സാന്നിധ്യം തൊടുന്നു. സന്ധ്യ അനിൽ സ്വീകരിച്ചോ. ചില തലമുറകളുടെ മേൽ വീടിനകത്ത് അസാധാരണ സാന്നിധ്യം വെളിപ്പെടുകയാ. ഇനിയും ചിലത് നീ കാണാനുണ്ട്. ഇനിയും നീ ചിലത് കാണാനുണ്ട്. ഇന്നലെ വരെ നീ കണ്ടതല്ല. ഇനിയും നിന്നെ കാണിക്കുവാൻ, ഇനിയും നിന്നെ ചിലത് കാണിക്കുവാൻ, ഇനിയും നിന്നെ ചിലത് കാണിക്കുവാൻ. ഹല്ലേലൂയ. ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. ആശ്വസിപ്പിക്കുന്ന എന്തിനാ?
തകർന്നിരിക്കുന്നവനെ, സമാധാനമില്ലാത്തവനെ, ഹല്ലേലൂയ, ആശ്വാസം നഷ്ടപ്പെട്ടവനെ, സമാധാനം നഷ്ടപ്പെട്ടവരാണോ നിങ്ങൾ? സ്വസ്ഥത നഷ്ടപ്പെട്ട വ്യക്തിയാണോ നിങ്ങൾ? തകർച്ചയിലിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഹല്ലേലൂയ, ഉറങ്ങാൻ കഴിയാത്ത വ്യക്തിയാണോ നിങ്ങൾ? ഉറക്കം നഷ്ടപ്പെട്ട വ്യക്തിയാണോ? നിന്റെ പ്രശ്നം കൊണ്ട് നീ തകർന്നിരിക്കുകയാണോ? നിന്റെ പ്രശ്നത്തെ നോക്കി കരയുന്ന വ്യക്തിയാണോ? ഇന്ന് സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. യഹോവ നിങ്ങളെ ആശ്വസിപ്പിക്കുകയാ. യഹോവ ഇന്ന് രാത്രി നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ആശ്വാസം നഷ്ടപ്പെട്ട ചില വിഷയങ്ങളില്ലേ, സമാധാനം നഷ്ടപ്പെട്ട ചില വിഷയങ്ങളില്ലേ, സ്വസ്ഥത നഷ്ടപ്പെട്ട ചില വിഷയങ്ങളില്ലേ, നിന്റെ ഉറക്കം പോയ ചില കാര്യങ്ങളില്ലേ, ഇന്നൊരു രാത്രി സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. ആ വിഷയത്തെ യഹോവ ആശ്വസിപ്പിക്കാൻ തുടങ്ങുകയാ. ഇന്നൊരു രാത്രി നിന്നെ ആശ്വസിപ്പിക്കുന്ന, ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ, ഒരപ്പൻ ചേർത്ത് പിടിക്കുന്നത് പോലെ, ഹല്ലേലൂയ, അതിലും ബെറ്ററായിട്ട്, അതിലും കുറച്ചുകൂടെ ഡീപ്പായിട്ട് നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കരം ഇന്ന് രാത്രി തകർന്നിരിക്കുന്ന ആരെയോ കർത്താവ് ഇന്ന് രാത്രി ആശ്വസിപ്പിക്കുകയാ. മനസ്സ് തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ അവൻ കെട്ടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നിന്റെ അഭിവൃദ്ധി നഷ്ടപ്പെട്ട്, നിന്റെ നന്മ നഷ്ടപ്പെട്ട്, നിന്റെ ശുശ്രൂഷ നഷ്ടപ്പെട്ട്, നിന്റെ ജീവിതം ഹല്ലേലൂയ അവസാനിച്ചെന്ന് പറഞ്ഞ് നിന്റെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന ആ മേഖലയില്ലേ, ഹല്ലേലൂയ, നിന്റെ അഭിവൃദ്ധി നഷ്ടപ്പെടുമ്പോൾ നിനക്ക് ആശ്വസിക്കാൻ കഴിയത്തില്ല. നിനക്ക് രോഗം വരുമ്പോൾ ആശ്വസിക്കാൻ കഴിയത്തില്ല. കടങ്ങൾ തലയ്ക്ക് മുകളിൽ വരുമ്പോൾ ഹല്ലേലൂയ ആശ്വസിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. ഇന്നൊരു രാത്രി നിന്റെ വിഷയങ്ങൾക്കകത്ത് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാൻ ഇറങ്ങി വരികയാണ്. നിന്റെ വിഷയങ്ങൾക്കകത്ത് ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. വിശാലത നഷ്ടപ്പെട്ട വിഷയങ്ങൾക്കകത്ത്, ചില കുടുംബങ്ങൾക്കകത്ത് വിശാലതകൾ നഷ്ടപ്പെടുകയാ, അഭിവൃദ്ധിയെ നഷ്ടപ്പെടുകയാ. എന്ന് വെച്ചാൽ എന്നും കടം, ഒരു കടം കഴിയുമ്പോൾ അടുത്തത്, ഒരിടത്തുനിന്ന് മേടിച്ച് അടുത്തിടത്തേക്ക്, ഹല്ലേലൂയ, ഒരിടത്തുനിന്ന് മേടിച്ച് മറ്റൊരിടത്തേക്ക്, ഹല്ലേലൂയ. ഒരിക്കലും ഒരു വിശാലതയുടെ അനുഭവമില്ല, ഒരിക്കലും സ്വസ്ഥമാകാൻ കഴിയത്തില്ല. കടങ്ങൾ കൂടുമ്പോൾ, വിശാലത ഇല്ലാതിരിക്കുമ്പോൾ, ഞെരുക്കങ്ങൾ വരുമ്പോൾ നിനക്ക് ആശ്വസിക്കാൻ കഴിയത്തില്ല, നിനക്ക് സ്വസ്ഥമായി ഇരിക്കാൻ കഴിയത്തില്ല, സ്വസ്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, ദൈവസന്നിധിയിൽ ഒന്ന് നിലവിളിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം കൈമാറുകയാ. ആ മേഖലകളെ എല്ലാം സ്വർഗത്തിലെ ദൈവം ഈ രാത്രി പറിച്ചെടുത്തു മാറ്റുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ചില കൂടാരങ്ങൾക്കകത്തു നിന്ന് സമാധാനം നഷ്ടപ്പെട്ട ചില വിഷയങ്ങൾ, സമാധാനം നഷ്ടപ്പെട്ട ചില വിഷയങ്ങളെ സ്വർഗത്തിലെ ദൈവം വേരോടെ പറിച്ചു മാറ്റുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി സ്വസ്ഥത നഷ്ടപ്പെട്ട വിഷയങ്ങളെ സ്വർഗത്തിലെ ദൈവം വേരോടെ വേരോടെ പറിച്ചെടുക്കുന്നു, വേരോടെ പറിച്ചെടുക്കുന്നു. വേരോടെ ഒരു സാധനം പിഴുതെറിഞ്ഞ് കളഞ്ഞാൽ പിന്നെ അതിന്റെ സ്ഥാനത്ത് അത് കാണത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാ, നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന വിഷയത്തെ സ്വർഗത്തിലെ ദൈവം വേരോടെ പിഴുതു മാറ്റുന്ന പോലെ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വസ്ഥത നഷ്ടപ്പെട്ട ചില വിഷയങ്ങൾ, സമാധാനം നഷ്ടപ്പെട്ട ചില വിഷയങ്ങൾ സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. അതിനകത്ത് ദൈവം നിന്നെ ആശ്വസിപ്പിക്കുകയാണെന്ന്. ഹല്ലേലൂയ. ഇനിയും ഹല്ലേലൂയ, അവിടെ എല്ലാ പദം ഭയങ്കരമായിട്ട് എഴുതി വെച്ചിരിക്കുക. ഇനിയും, അമ്മേ ഹല്ലേലൂയ, ഇനിയും നിന്നെ ആശ്വസിപ്പിക്കും, ഇനിയും നിന്നെ വിശാലതയിലേക്ക് വരുത്തും. ആ പദമായി ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഹല്ലേലൂയ മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഇനിയും. അമ്മേ എന്ന് വെച്ചാൽ ചില മേഖലകളിൽ ഹല്ലേലൂയ നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയി, നമുക്കിനി പ്രതീക്ഷിക്കാൻ വഴിയൊന്നുമില്ലെന്ന് ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ഇനി ഒന്നുമില്ല,
എൻഡിങ് ആയി എൻ്റെ വിഷയം, എൻ്റെ പ്രശ്നത്തിൻ്റെ എൻഡിങ്ങിലെത്തി. പക്ഷെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ആ എൻഡിങ് ആയ മേഖലയിൽ ഒരു പദമിടുക, ഇനിയും. ആമേൻ, ഹല്ലേലൂയ. നീ എൻഡിങ് എന്ന് പറഞ്ഞെടുത്ത ജെറിൻ സൂസൻ ഓ റബ ശതരമന ഹസ്ബ്രജാല പ്രവരഘടകസിയ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നീ എൻഡിങ് എന്ന് പറഞ്ഞ ചില സബ്ജക്റ്റ്, നീ എൻഡിങ് എന്ന് പറഞ്ഞ ചില വിഷയം, നീ എൻഡിങ് എന്ന് പറഞ്ഞ ചില പേപ്പർ വർക്കുകൾ, എന്തോ പരിശുദ്ധാത്മാവ്, എനിക്കറിയത്തില്ല നിങ്ങൾ ആരാണെന്ന്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. അതിനകത്ത് ഒരു ദൈവിക ഇടപെടൽ ഈ രാത്രി സ്വർഗത്തിലെ ദൈവം അയക്കുകയാ. ദൈവിക ഇടപെടലുകൾ. ഹല്ലേലൂയ. ഇനിയും അതിനകത്ത് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, ഇനിയും അതിനകത്ത് എന്തൊക്കെയോ തുടങ്ങുന്ന പോലെ. ഹല്ലേലൂയ. നീ മതി, തീർന്നെന്ന് പറഞ്ഞു, സാധ്യതകൾ അടഞ്ഞെന്ന് പറഞ്ഞു, ഹല്ലേലൂയ, ഇനി ലഭിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു, ഇനി അതിനകത്ത് എന്തൊക്കെയോ ഹല്ലേലൂയ അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത് ഇനി എന്തൊക്കെയോ ആരംഭിക്കുകയാണെന്ന് ഈ ആഴ്ച അത് കാണാൻ തുടങ്ങുകയാട്ടോ ആൻറ്റി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ആഴ്ച ഇനിയും എന്തൊക്കെയോ, ഇനിയും ആ പദം ഭയങ്കരമായിട്ട് ഇടപെടുന്നു. ഹല്ലേലൂയ. ആ പദം ഭയങ്കരമായിട്ട് ഇടപെടുകയാ. ആ പദത്തിനകത്ത് എന്തൊക്കെയോ വിടുതലുകൾ നടക്കുകയാ. മാനുഷികമായി എല്ലാം അടഞ്ഞൊരു മേഖല. എന്താ പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറയുന്നു? മാനുഷികമായി മൊത്തം അടഞ്ഞിരിക്കുകയാ. ഫുള്ള് സ്റ്റെപ്പ് എടുത്ത് വെച്ച് എവരി മേഖലയും ബ്ലോക്കായി, എവരി മേഖലയും. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം കൈമാറുക, അതിനകത്ത് കർത്താവിന് എന്തോ ചെയ്യാനുണ്ട്, അതിനകത്ത് കർത്താവിന് എന്തോ ചെയ്യാനുണ്ട്. ലേറ്റായത് നന്മയ്ക്കായെന്ന് പറ. ലേറ്റായത് നന്മയ്ക്കാണെന്ന് പരിശുദ്ധാത്മ പ്രവചിക്കുന്നു. ചൂടാലാമ ശംദല പ്രവേരിയ ഹസ്താരകൽക്കമനഘടകസിയ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, 3 പേപ്പറുകളെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. 3 പേപ്പറുകൾ. ഓറ കസതേരിയ ഹസ്ബ്രാ ജഗക്ഷ പ്രവേരിയ. എനിക്ക് തോന്നി ഇന്ന് ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്തേ, എന്നോട് സംസാരിച്ചിട്ടൊന്നും എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഈ മുഖത്തെ ഫേസ് ആദ്യമായിട്ടാണ് കാണുന്നത്. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു 3 പേപ്പറുകൾ, 3 പേപ്പറുകൾ. ഹല്ലേലൂയ. എന്തോ ആ പേപ്പറുകൾക്കകത്ത് കർത്താവ് എന്തോ ഭയങ്കരമായി ഇടപെടി ചെയ്യുകയാ. ഈ വീക്ക് കഴിയുന്നതിന് മുന്നേ, ഈ വീക്ക് കഴിയുന്ന നെക്സ്റ്റ് സൺഡേക്ക് മുന്നേ അതിനകത്ത് എന്തോ മഹത്വം കർത്താവ് ചെയ്യുമെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു. വിശ്വസിച്ച ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അടുത്ത പറയാണ്, ഇനിയും സിയോനെ ആശ്വസിപ്പിക്കും. അടുത്തത് പറയുന്നു, ഇനിയും യെരൂശലേമിനെ തെരഞ്ഞെടുക്കും. ആമേൻ, ഹല്ലേലൂയ. അതായത് നമ്മളെ തെരഞ്ഞെടുക്കുമെന്ന്. നിന്നെ മാറ്റി നിർത്തിയവരുടെ മുന്നിൽ, നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ, ഹല്ലേലൂയ, നീ കഴിവില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ ഇനിയും നിന്നെ തെരഞ്ഞെടുക്കും. ആമേൻ. നിന്നെ തെരഞ്ഞെടുത്ത് നിനക്കൊരു മാന്യത നൽകി. ഹല്ലേലൂയ. നിന്നെ തെരഞ്ഞെടുത്ത് നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മോശയോട് ഒരിക്കൽ ജനം ചോദിച്ച്, നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപനും പ്രതിഭവനും ഒക്കെ ആക്കി വെച്ചത് ആരാ? നിന്നെ ഞങ്ങൾക്ക് രാജാവും അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾക്ക് ഭരിക്കുവാനുള്ള അധികാരം നിനക്ക് തന്നതാരാ? ഒരിക്കൽ ചോദിച്ചതാ. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മുൾപ്പടർപ്പിനകത്തു വെച്ച് ആ അധികാരത്തെ കൈമാറുകയാ. ആരാന്ന് ചോദിച്ചവരുടെ മുന്നില്, ആരാ നിന്നെ തെരഞ്ഞെടുത്തെന്ന് ചോദിച്ചവരുടെ മുന്നിൽ, ആരാ നിനക്ക് അധികാരം തന്നെന്ന് ചോദിച്ചവരുടെ മുന്നിൽ, ആരാ നിന്നെ പ്രഭുവാക്കിയെന്ന് ചോദിച്ചവരുടെ മുന്നിൽ, ഹല്ലേലൂയ, ആരാ നിന്നെ ന്യായാധിപതി ആക്കിയെന്ന് ചോദിച്ചവരുടെ മുന്നിൽ, ഹല്ലേലൂയ, നിന്നെ തെരഞ്ഞെടുത്ത് കൊണ്ട് നിർത്തുകയാണ്. നിന്നെ തെരഞ്ഞെടുത്ത് കൊണ്ട് നിർത്തുകയാ. ഇന്ന് രാത്രി ആരുടെയൊക്കെയോ മേൽ തെരഞ്ഞെടുപ്പ് വീഴുകയാണ്. ആരുടെയൊക്കെയോ മേലെ തെരഞ്ഞെടുപ്പ് വീഴുകയാ. കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്ത്, കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്ത് നിങ്ങളുടെ പേരുള്ള പലരെയും മാറ്റി നിർത്തിയിട്ട്, ദൈവമക്കളെ, നിന്റെ പേരുള്ള പലരെയും മാറ്റി നിർത്തിയിട്ട് നിന്നേക്കാൾ വിദ്യാഭ്യാസമുള്ള, നിന്നേക്കാൾ കഴിവുള്ള, നിങ്ങളെക്കാൾ സൗന്ദര്യമുള്ള, നിങ്ങളെക്കാൾ ആരോഗ്യമുള്ള പലതിനെയും മാറ്റി നിർത്തി നിന്നെ തെരഞ്ഞെടുത്ത് ദൈവം നിർത്തിയതിന്റെ പിന്നില് ദൈവത്തിന് എന്തോ നിന്നെ പറ്റി ഒരു പദ്ധതിയുണ്ട്. നിന്നെ പറ്റി ഒരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിന് ഒരു നല്ല മഹത്വം കൊടുത്താട്ടെ. Come on, Holy Spirit. Hallelujah.
നിങ്ങളെ തെരഞ്ഞെടുത്തതിന്റെ പിന്നില് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. ഹല്ലേലൂയ. ഇനിയും ഞാൻ നിന്നെ തെരഞ്ഞെടുക്കും. ഇനിയും ഞാൻ ചിലതിനെ തെരഞ്ഞെടുക്കും. എവിടെയോ കിടന്ന ചിലതിനെ ഞാൻ തെരഞ്ഞെടുക്കുകയാണ്. കാട്ടിൽ കിടക്കുന്ന ദാവീദിനെ തെരഞ്ഞെടുത്ത് വിളിച്ചു വരുത്തി അഭിഷേകം ചെയ്ത് ഹല്ലേലൂയ. കാലങ്ങൾ കഴിഞ്ഞപ്പോ ശൗല് പറയുന്നു, കിന്നര വായനയിൽ നിപുണനായ ഒരുവനെ എനിക്കറിയാം, അഭ്യാസമുള്ള ഒരുവനെ എനിക്കറിയാം. അവനെ വിളിച്ചു കൊണ്ടുവാ, അവനെ വിളിച്ചു കൊണ്ടുവാ. ഇതാ തെരഞ്ഞെടുപ്പ്. ഹല്ലേലൂയ. അവൻ വാക് സാമർഥ്യമുള്ളവനാ. അവിടെ എഴുതി വെച്ചിരിക്കുന്ന പദങ്ങൾ അങ്ങനെയാണ്, ഞാൻ എടുത്ത് വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ മിടുക്കനാ. ഞാൻ നോക്കട്ടെ. ആ ദേശത്ത് പലരും ഉണ്ടായിട്ടോ, ആ രാജ്യത്ത് പലരും ഉണ്ടായിട്ടോ, അവരുടെ ആരുടെയും മേൽ വീഴാത്തൊരു തെരഞ്ഞെടുപ്പ്, അവരുടെ ആരുടെയും മേൽ വീഴാത്തൊരു തെരഞ്ഞെടുപ്പ്. ദാവീദേ, നിന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ചെയർ ഉറപ്പാണ്, നിനക്കൊരു ചെയർ ഉറപ്പാണ്. ഹല്ലേലൂയ. പലരും പറയും നിന്നെ തെരഞ്ഞെടുത്തത് വെറുതെയാ, നിന്നെ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തിട്ട് ഇപ്പോഴും നിന്റെ അവസ്ഥ കാട്ടില്ല. നീ അതൊന്നും കേട്ട് ബോധേടാവണ്ട, നീ അതൊന്നും കേട്ട് വിഷമിക്കണ്ട, നീ അതൊന്നും കേട്ട് ഭാരപ്പെടേണ്ട. ദാവീദേ, നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിനക്കൊരു വിശാലതയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് നിന്റെ തലയിൽ വീണിട്ടുണ്ടെങ്കിൽ, ഒരു തെരഞ്ഞെടുപ്പ് നിനക്ക് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ചെയർ ഉറപ്പാ. നിനക്കൊരു ചെയർ ഉറപ്പാ. ദൈവമക്കളെ, നിന്റെ തലമുറ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഏത് നാശകരമായ അവസ്ഥയിൽ പോയാലോ, ഏത് അവസ്ഥയിൽ കൂടെ കടന്നു പോയാലോ, ഹല്ലേലൂയ, തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം അവരെ മടക്കി കൊണ്ടുവരുന്ന ഒരു ടൈമുണ്ട്. ഈ രാത്രി എത്ര പേർ വിശ്വസിക്കും എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുക്കുക, എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, എൻ്റെ ദൈവം എന്നെ മാനിക്കും. എന്നെ തെരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ചേർന്ന പദമൊന്ന് പാടിയാട്ടെ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ദൈവമക്കളെ, നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ യോഗ്യത കണ്ടിട്ടല്ല, നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, നിന്റെ പണം കണ്ടിട്ടല്ല, നിന്റെ വിദ്യാഭ്യാസം കണ്ടിട്ടല്ല, ഒന്നുമില്ലായ്മയിൽ നിന്നെ തെരഞ്ഞെടുത്തു നിർത്തിയതിന്റെ പിന്നില് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഹല്ലേലൂയ. മോശെ നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, മോശെ നിന്നെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഞാങ്ങണ പെട്ടകത്തിനകത്തുകൂടെ നീ ഒഴുകിപ്പോയപ്പോ മോശെ നിന്നെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, കൊട്ടാരത്തിനകത്ത് നിന്നെ ഭദ്രമായി ഇരുത്തിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി നിങ്ങളുടെ മേലെ ആ തെരഞ്ഞെടുപ്പിനെ തമ്പുരാൻ ഇടുകയാ. ഒരു തെരഞ്ഞെടുപ്പ്. ഇതിനകത്തുനിന്ന് ആരൊക്കെയോ കർത്താവ് ഇന്ന് രാത്രി തെരഞ്ഞെടുക്കുകയാ. ഇന്ന് രാത്രി ചിലതിനെ ദൈവം തെരഞ്ഞെടുക്കുകയാ. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ, ഒരു വിശാലത നിനക്ക് തരുവാൻ, ഒരഭിവൃദ്ധി തരുവാൻ. നിന്നെ നോക്കി സകലരും പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കാൻ പോയിട്ട്, ഈ ദൈവത്തെ ആരാധിക്കാൻ പോയിട്ട്, ഈ ദൈവത്തെ സ്തുതിക്കാൻ പോയിട്ട് അവന്റെ കൂടാരത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിച്ചില്ല.
ഇത് പറഞ്ഞവന്റെ നടുവില് 2025 അഭിവൃദ്ധി ഹേതുവായി നിന്റെ കൂടാരത്തിനകത്ത്, നിന്റെ ബിസിനസ്സിനകത്ത്, ഹോ ശബലബല, നീ ചെയ്യുന്ന തൊഴിലുകൾക്കകത്ത്, നീ ചെയ്യുന്ന വരുമാനത്തിനകത്ത്, നീ ചെയ്യുന്ന ബിസിനസ്സിനകത്ത്, നീ ചെയ്യുന്ന മിനിസ്ട്രിക്കകത്ത്, ഹല്ലേലൂയ, നീ ചെയ്യുന്ന മിനിസ്ട്രിക്കകത്ത് സുനി വർഗീസ് ആന്റി പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. നീ ചെയ്യുന്ന മിനിസ്ട്രിക്കകത്ത് അഭിവൃദ്ധി ഹേതുവായി ചില വിശാലതകളെ സ്വർഗം തുറക്കാൻ തുടങ്ങുകയാ. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഒരു കാഴ്ച. ഹല്ലേലൂയ. ചില പട്ടണങ്ങളെ കൂടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കരത്തിനകത്ത് പരിശുദ്ധാത്മാവ് തരികയാ. ഹല്ലേലൂയ. ചില പട്ടണങ്ങൾ, ചില ഗ്രാമങ്ങൾ, എന്തോ എനിക്കറിയത്തില്ല, അവിടുത്തെ ഒരു കാര്യവും എനിക്കറിയത്തില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്നോട് പ്രവചിക്കാൻ പറയുന്നു, അടുത്ത 3 മാസം 3 ഗ്രാമങ്ങളെ സ്വർഗത്തിലെ ദൈവം കരത്തിൽ തരുന്നു. 3 മാസങ്ങൾ ഓരോ ഗ്രാമങ്ങൾ വെച്ച്, ഓരോ ഗ്രാമങ്ങൾ 3 months 3 ഗ്രാമം. ഇന്ന് മുതൽ പ്രാർത്ഥിച്ചോ, 3 ഗ്രാമങ്ങളെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക്. എനിക്കറിയത്തില്ല, പരിശുദ്ധന്മാരോട് പറയുന്നു, കാലുകുത്തി പ്രാർത്ഥിച്ചതാ 3 ഗ്രാമത്തിലും, അവകാശം പറഞ്ഞ് ചോദിച്ചതാ 3 ഗ്രാമം. എന്നാൽ പലപ്പോഴും കഴിഞ്ഞ നാളുകളിൽ അതിനകത്തൊരു വിശാലത ഉണ്ടായില്ല. കഴിഞ്ഞ നാളുകളിൽ അതിനകത്ത് നന്മ വെളിപ്പെട്ടില്ല. ഒരു ഹല്ലേലൂയ, ഒരു കുഞ്ഞിനെ പോലും അതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. ഇനിയും അതിനകത്തുനിന്ന് ചിലതിനെ എഴുന്നേൽപ്പിക്കുവാൻ, അതിനകത്തുനിന്ന് ചിലതിനെ തരുന്നു കർത്താവ്. ഗ്രാമങ്ങളെ പിടിക്കാൻ റെഡി ആയിക്കൊള്ളാൻ പരിശുദ്ധാത്മാ പ്രവചിക്കുകയാ. ഗ്രാമങ്ങളെ പിടിക്കുവാൻ. തെരഞ്ഞെടുത്തത് വെറുതെ അല്ലെന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. തെരഞ്ഞെടുത്തത് വെറുതെയല്ല. ഹല്ലേലൂയ. നിങ്ങളിൽ കൂടെ ചിലത് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ആത്മാവ് ആലോചന കൈമാറുകയാ. ഹല്ലേലൂയ. നിന്നെ നോക്കി വിശാലത വരത്തില്ലെന്ന് പറഞ്ഞു. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ. ഹല്ലേലൂയ. നിന്നെ നോക്കി വിശാലത വരത്തില്ലെന്ന് പറഞ്ഞവർ, നിന്നെ നോക്കി അഭിവൃദ്ധി വരത്തില്ലെന്ന് പറഞ്ഞവർ, നീ നന്മ കാണത്തില്ലെന്ന് പറഞ്ഞവർ, ഹല്ലേലൂയ, അവരുടെ മുന്നിൽ കർത്താവ് നിന്നെ നിർത്താൻ ആഗ്രഹിക്കുകയാ. കർത്താവ് നിന്നെ നിർത്താൻ ആഗ്രഹിക്കുകയാ. യെശയ്യാവിന്റെ പുസ്തകം 51-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചാട്ടെ. 51-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ആമേൻ. ഹല്ലേലൂയ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. യഹോവ നിന്നെ ആശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ, യഹോവ നിന്നെ സമാധാനിപ്പിക്കാൻ തുടങ്ങിയാൽ, അവൻ അതിൻ്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിക്കുമെന്ന്. നിന്റെ ശൂന്യ സ്ഥലങ്ങളെല്ലാം ഏതെല്ലാമാണോ, നിന്റെ ശൂന്യ സ്ഥലങ്ങൾ ഏതെല്ലാമാണോ ശൂന്യത അനുഭവിക്കുന്നത്, ഞാൻ ഈ ദൂത് പറയുമ്പോൾ, ഈ വചനം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവസ്ഥകളെ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് മനസ്സിൽ കൊണ്ടുവരണം. ഹല്ലേലൂയ. മനസ്സിൽ ചിന്തിക്കണം. ആ മേഖലയിൽ ഈ ദൂതിനെ അങ്ങ് നിങ്ങൾ സ്വീകരിക്കണം. യഹോവ ഹല്ലേലൂയ. ഞാനങ്ങ് വായിച്ചു വിടാമേ. അവൻ അതിന്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിന്റെ മരുഭൂമിയെ ഏദനെ പോലെയും അതിന്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുമെന്ന്. എവിടെയാ മരുഭൂമിയെ? ഹല്ലേലൂയ. വരണ്ട നിലത്തെ മരുഭൂമിക്കകത്ത്. മരുഭൂമി ഏദൻ പോലെ അതിന്റെ നിർജ്ജന പ്രദേശത്തെ. നിർജ്ജന പ്രദേശം എന്ന് വെച്ചാൽ എന്താ? ഒന്നുമില്ലാത്തത്. ഹല്ലേലൂയ. ഒന്നുമില്ല. പക്ഷെ അതിനകത്ത് പറയണേ, യഹോവയുടെ തോട്ടത്തെ പോലെ ആക്കുമെന്ന്.
അവിടെ എന്താ നടക്കുന്നതെന്നറിയാമോ? ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീത ഘോഷവും അതിലുണ്ടാകും. കുറെ നാളുകളായില്ലേ നിന്റെ വീടിനകത്തെ ആനന്ദം പിശാച് നഷ്ടപ്പെടുത്തി കളഞ്ഞത്? കുറെ നാളുകളായില്ലേ നിന്റെ തലമുറയിലെ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ നീ ഇരിക്കുന്നത്? കുറെ നാളുകളായില്ലേ നിന്റെ വീടിനകത്തു നിന്ന് സ്തോത്രം നഷ്ടപ്പെട്ടു പോയത്? കുറെ നാളുകളായില്ലേ സംഗീതത്തിന്റെ ഘോഷം നിന്റെ കൂടാരത്തിനകത്തു നിന്ന് പിശാച് എടുത്തുകൊണ്ട് പോയത്? ഇന്ന് രാത്രി പിശാച് കൊള്ളയിട്ടതിനെ മുഴുവൻ, പിശാച് കൊണ്ടുപോയതിനെ മുഴുവൻ അവന്റെ കൂടാരത്തിനകത്തു ചെന്ന്, അതിന്റെ കൂടാരത്തിനകത്തു ചെന്ന് അതിനെ കൊള്ളയിട്ട് തിരിച്ചു പിടിക്കുവാൻ ദാവീദ് സകലവും വീണ്ടും കൊണ്ടുവന്നതുപോലെ പിശാച് കണ്ടോണ്ട് പോയത് മുഴുവൻ, പിശാച് പിടിച്ചോണ്ട് പോയത് മുഴുവൻ, പിശാച് നഷ്ടപ്പെട്ട് കൊണ്ടുപോയത് മുഴുവനും ദാവീദ് കയറി ചെന്ന് തിരിച്ചു പിടിച്ചോണ്ട് വന്നതുപോലെ ഇന്ന് രാത്രി തിരിച്ചു പിടിക്കാൻ ആത്മമണ്ഡലത്തിൽ ധൈര്യമുള്ള എത്ര പേർ എന്റെ കൂടെയുണ്ട്? ആത്മമണ്ഡലത്തിൽ ധൈര്യമുള്ളവർ, ഹല്ലേലൂയ. പിശാചേ, എന്റെ കൂടാരത്തിനകത്തു നിന്ന് നീ സന്തോഷം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, സ്തോത്രം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, സ്വൈര്യം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, സമാധാനം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെ തിരിച്ചു പിടിക്കുവാൻ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം കൈമാറുകയാ. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇനിയും അത് നിന്റെ കൂടാരത്തിനകത്ത് തരാൻ തുടങ്ങുകയാ. ഇനിയും നിന്റെ കൂടാരത്തിനകത്ത്, ഹല്ലേലൂയ, വായിച്ച കുറിവാക്യങ്ങൾ ഞാൻ ചേർത്തൊന്ന് പറയാമേ. ഇനിയും നിന്റെ കൂടാരത്തിനകത്ത് ആനന്ദമുണ്ടാകൂ. വായി തുറന്ന് പറഞ്ഞാട്ടെ, ഇനിയും എന്റെ കൂടാരത്തിനകത്ത് ആനന്ദമുണ്ടാകൂ. ഇനിയും എന്റെ കൂടാരത്തിനകത്ത് സന്തോഷമുണ്ടാകൂ. ഇനിയും എന്റെ കൂടാരത്തിനകത്ത് സ്തോത്രമുണ്ടാകൂ. ഇനിയും എന്റെ കൂടാരത്തിനകത്ത് സംഗീത ഘോഷമുണ്ടാകൂ. ഇത് പറയുമ്പോൾ ചില നാളുകളായി നിന്റെ വീടിനകത്ത് സന്തോഷം നഷ്ടപ്പെട്ടു. ഒന്നിച്ചു പോകുവാൻ കഴിയുന്നില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സന്തോഷം നഷ്ടപ്പെട്ടു. മാതാപിതാക്കളും തലമുറകളും തമ്മിലുള്ള സന്തോഷം നഷ്ടപ്പെട്ടു. പലതരത്തിൽ സന്തോഷം നഷ്ടപ്പെട്ട മേഖല, പലതരത്തിൽ സ്വൈര്യം നഷ്ടപ്പെട്ട മേഖല, സ്വസ്ഥത നഷ്ടപ്പെട്ട മേഖല ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം കൈമാറുക. ഇനിയും അതിനകത്ത് ഇതെല്ലാം തിരിച്ചു വരാൻ തുടങ്ങുകയാ. സൽജിനി ചൈൻ ഓറബ ഷാലബാരിയ അൽബ്ര ജഗക്ഷ പ്രബേരിയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പിശാച് കൊള്ളയടിച്ചതിനെ മൊത്തമായി ഇന്ന് രാത്രി നീ തിരിച്ചു പിടിക്കുന്ന ദിവസമാണ്. ഇന്ന് നിന്റെ ദിവസമാണെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു. ആന്റി സ്വീകരിച്ചോ? ഇന്ന് ആന്റിയുടെ ദിവസമാണ്. ഇന്ന് ആന്റിയുടെ ദിവസമാണ്. പിശാച് കവർന്നു കൊണ്ടുപോയതിനെ മുഴുവനായി പിശാച് കവർന്നു കൊണ്ടുപോയതിനെ മുഴുവനും, പിശാച് കവർന്നു കൊണ്ടുപോയതിനെ മുഴുവനും നീ തിരിച്ചു പിടിക്കാൻ തുടങ്ങുകയാ. നീ തിരിച്ചു പിടിക്കാൻ തുടങ്ങുകയാ. നീ തിരിച്ചു പിടിക്കാൻ തുടങ്ങുകയാ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നീ തിരിച്ചു പിടിക്കുന്ന സമയമാ. പിശാച് എന്തൊക്കെയോ നിന്റെ കൂടാരത്തിനകത്തു നിന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടുപോയി, എന്തൊക്കെയോ നിന്റെ വീടിനകത്തു നിന്ന് ഇല്ലാതെയാക്കി. ഹല്ലേലൂയ. ഇന്നു മുതൽ നീ അത് മുഴുവനും തിരിച്ചു പിടിക്കാൻ, നീ അത് മുഴുവനും തിരിച്ചു പിടിക്കാൻ തുടങ്ങുകയാ. യഹോവ തെരഞ്ഞെടുത്തത് വെറുതെയല്ല. നിന്നെ തെരഞ്ഞെടുത്തത്, ഹല്ലേലൂയ, നിന്നെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുകയാ. യെശയ്യാവിന്റെ പുസ്തകത്തിനകത്ത് 44-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു പദം പറയുന്നു: എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തെരഞ്ഞെടുത്ത ഇസ്രായേലേ. തെരഞ്ഞെടുത്തവരോടുള്ള ദൈവത്തിന്റെ പ്രവചനമാണ്. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ച നിന്നെ സഹായിച്ചവനുമായി യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്താണെന്നറിയാമോ? നീ ഭയപ്പെടണ്ട. തിരഞ്ഞെടുത്ത നിങ്ങളോട്
ഓരോരുത്തരോടും സ്വർഗത്തിലെ ദൈവം കൈമാറുകയാ. നീ ഭയപ്പെടണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്തു നീരൊഴുക്കുകളും പകരുമെന്ന്. ഇന്നു രാത്രി എത്ര പേർ അതിനെ സ്വീകരിക്കുന്നുണ്ട്? ദാഹിച്ചിരിക്കുന്ന അവസ്ഥയാണോ നിന്റേത്? വെള്ളമില്ലാത്ത അവസ്ഥയാണോ നിന്റേത്? തളർന്നു പോകുന്ന അവസ്ഥയാണോ നിന്റേത്? ആ മേഖലക്കകത്തോ ഞാൻ നിനക്ക് നീരൊഴുക്ക്, നിന്റെ സന്തതി മേൽ എന്റെ ആത്മാവിനെയോ, നിന്റെ സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹത്തെയോ. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിന് ഒരു നല്ല മഹത്വം കൊടുത്താട്ടെ. വിശ്വസിക്കുന്നവർ ചേർന്ന്. ഹല്ലേലൂയ. നിന്നെ തെരഞ്ഞെടുത്തത് നീ ദാഹിച്ച് കുഴഞ്ഞു വീണ് ഏതെങ്കിലും മരുഭൂമിക്കകത്ത് ഹല്ലേലൂയ ചൂട് കൊണ്ട് വെള്ളമില്ലാതെ പട്ടുപോകാനല്ല. നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി നീരൊഴുക്ക് കർത്താവ് ഒഴുക്കും. ഹോ ഷബറ ഹസ്ബ്രജാല പ്രബരിയ. നിന്റെ സന്തതിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകരും. നീ കൊണ്ട് നിന്റെ ഹല്ലേലൂയ നിന്റെ ആത്മമണ്ഡലം അവസാനിക്കത്തില്ല. നീ കഴിയുമ്പോൾ നിന്നെക്കാട്ടിലും ശക്തമായി നിന്റെ സന്തതി ഹല്ലേലൂയ എഴുന്നേറ്റ് നിൽക്കുന്ന ടൈമുകളാണ്. ആൻറ്റി പരിശുദ്ധാത്മാ പറയുന്നു, തലമുറകൾ ചില മേഖലകളിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സീസണെ പരിശുദ്ധ ആത്മാവ് തുറക്കുകയാ. ഹല്ലേലൂയ. നീ കൊണ്ട് ഹല്ലേലൂയ ഒരിക്കലും അവസാനിക്കത്തില്ല. നിന്റെ തലമുറയുടെ മേൽ, നിന്റെ സന്തതികളുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു. ഹസ്ത രക്ഷ പ്രവേരിയാതന യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. യഹോവ ആശ്വസിപ്പിച്ച്. രണ്ടാമത് വായിച്ച കുറിവാക്യം പറയുന്നു, നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയാക്കുന്നു. അവിടെ ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീത ഘോഷവും ഉണ്ടാകും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ച് പറയുകയാ, ഈ 63 പേരുടെ മേലും ആനന്ദമുണ്ടാകും, സന്തോഷമുണ്ടാകും, സ്തോത്രമുണ്ടാകും. ഹല്ലേലൂയ. ഒറ്റ ഭാഗം കൂടെ വായിച്ച് ഹല്ലേലൂയ ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. യെശയ്യാ പ്രവചനം 35-ാം അധ്യായം അതിന് 1 ഞാൻ തന്നെ അങ്ങ് വായിക്കാം. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഉല്ലസിക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത്, നീ അഭിവൃദ്ധി പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത്, ഹല്ലേലൂയ, നീ നന്മ വിശാലത നിനക്കൊണ്ടാകത്തില്ലെന്ന് പറഞ്ഞെടുത്ത്, നീ ഇനിയും ഉല്ലസിക്കും. നിന്റെ ഹല്ലേലൂയ ഭാവിയെ നോക്കി, നിന്റെ തലമുറയെ നോക്കി, നിന്റെ ശുശ്രൂഷയെ നോക്കി, നിന്റെ ബിസിനസ്സിനെ നോക്കി ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ശക്തികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിശാച് അങ്ങനെ പദ്ധതി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, ഇന്നൊരു രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാ, അതിൻ്റെ നടുവിൽ നീ പൂക്കാൻ തുടങ്ങുകയാ. ഇനിയും ഇനിയും നീ അഭിവൃദ്ധി പ്രാപിക്കാൻ തുടങ്ങുകയാ. ഇനിയും നീ നന്മ അനുഭവിക്കാൻ തുടങ്ങുകയാ. നിന്റെ തലമുറയുടെ നന്മ നിന്റെ കൂടാരത്തിനകത്ത് ഒഴുകി വരുന്നില്ലേ? ഹല്ലേലൂയ. നിന്റെ തലമുറയുടെ നന്മ എവിടെങ്കിലുമൊക്കെ ചിതറിപ്പോകുകയാണോ? ഇന്നൊരു രാത്രി നീ പറ, അതെന്റെ കൂടാരത്തിനകത്തേക്ക് ഒഴുകി വരുന്ന സമയങ്ങളാണ്, അതെന്റെ വീടിനകത്തേക്ക് ഒഴുകി വരുന്ന സമയങ്ങളാണ്. നീ ഒരു കാര്യത്തിൽ ചിന്തിച്ചിട്ടു നിന്റെ ബിസിനസ് ഒന്ന് വർദ്ധിക്കാൻ പറ്റുന്നില്ലേ? ഇന്നൊരു രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, അതിനകത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞാട്ടെ. ഇനിയും എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. ഇനിയും നിങ്ങൾ വിശാലത പ്രാപിക്കും. ഇനിയും ഹല്ലേലൂയ. നിന്റെ വിശാലത അവസാനിച്ചില്ല, നിന്റെ നന്മ അവസാനിച്ചില്ല, നിന്റെ ശുശ്രൂഷ അവസാനിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും നിനക്ക് ശുശ്രൂഷയുണ്ട്,
ഇനിയും നിനക്ക് ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ. ചുരച്ചെടിയിലെ തളലിൽ ഒളിച്ചിരിക്കുമ്പോൾ പറയുക, ഇനിയും നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്, ഇനിയും നിനക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, ഇനിയും നിനക്ക് ശുശ്രൂഷകൾ ചെയ്യുവാനുണ്ട്, ഇനിയും നിനക്ക് വാഗ്ദത്തങ്ങൾ അനുഭവിക്കുവാനുണ്ട്, ഇനിയും ചില നിയോഗങ്ങൾ നിന്റെ മേൽ അനുഭവിക്കുവാനുണ്ട്, ഇനിയും കർത്താവിന് വേണ്ടി നീ ഓടുവാനുണ്ട്. ഹല്ലേലൂയ. മാനുഷിക ശബ്ദങ്ങൾ കേട്ട്, ഹല്ലേലൂയ, സാഹചര്യങ്ങൾ കൊണ്ട്, ഹല്ലേലൂയ, എന്തെങ്കിലുമൊക്കെ കൊണ്ട് ശുശ്രൂഷയിൽ ഒതുങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഇനിയും നിനക്ക് ശുശ്രൂഷ ചെയ്യാനുണ്ട്, ഇനിയും നിനക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനുണ്ട്, ഇനിയും നിനക്ക് കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടാനുണ്ട്. നീ ഒതുങ്ങിയിരിക്കേണ്ട വ്യക്തിയല്ല, നീ ഒരുങ്ങിയിരിക്കേണ്ട സഹോദരിയല്ല, നീ ഒരുങ്ങിയിരിക്കേണ്ട സഹോദരനല്ല, നീ ഒതുങ്ങിയിരിക്കേണ്ട ദൈവദാസന്മാരല്ല. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഇനിയും നിനക്ക് വേണ്ടി ചില വഴികൾ, ഇനിയും നിനക്ക് വേണ്ടി ചില വിശാലത, ഇനിയും നിനക്ക് വേണ്ടി ചില അഭിവൃദ്ധി. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. സന്ധ്യാനിൽ സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. എന്തൊക്കെയോ കൂടാരത്തിനകത്ത് കർത്താവിന് ഇനിയും ചെയ്തെടുക്കുവാനുണ്ട്, ഇനിയും ചെയ്തെടുക്കുവാനുണ്ട്. ഹല്ലേലൂയ. ചിലതൊന്നും മുടങ്ങിപ്പോകത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. ചിലതൊക്കെ അടഞ്ഞെന്ന് തോന്നിയെങ്കിൽ, ചിലതൊക്കെ ഹല്ലേലൂയ നിന്നെന്ന് തോന്നുന്നെങ്കിൽ, ഒഴുക്ക് നിന്നെന്ന് തോന്നുന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവം പറയുന്നു ഒഴുക്ക് നിന്നിട്ടില്ല. ഹല്ലേലൂയ. ഇനിയും ചില ഉറവകൾ സ്വർഗത്തിലെ ദൈവത്തിന് തുറക്കുവാനുണ്ട്, ഇനിയും ചില ഉറവകൾ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന് ഇനിയും ഹല്ലേലൂയ നിനക്ക് വേണ്ടി ചിലത് ചെയ്യുവാനുണ്ടെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുകയാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില ദൈവിക പ്രവർത്തികൾ, ചില ദൈവിക ഇടപെടലുകൾ കൂടാരത്തിനകത്ത് കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇനിയും എൻ്റെ വീടിനകത്ത് കർത്താവിന് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഞാൻ അടഞ്ഞെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് കർത്താവിന് ഇനിയും എന്തോ ചെയ്യാനുണ്ട്. ഞാൻ പ്രതീക്ഷ നഷ്ടപ്പെട്ട് പറഞ്ഞെന്ന വിഷയത്തിനകത്ത് ഇനിയും കർത്താവിന് എന്തോ ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. ഇനിയും കർത്താവിന് എന്തൊക്കെയോ തുടങ്ങാനുണ്ട്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടിയുള്ളത് ഒരിക്കലും അടയത്തില്ലെന്ന്. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ ദൂതിനെ അങ്ങ് സ്വീകരിക്കുക. ആമേൻ പറഞ്ഞ ദൂതിനെ അങ്ങ് സ്വീകരിക്കുക. സുരേഷ് ബ്രദറെ, സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. ഇനിയും കർത്താവിന് എന്തൊക്കെയോ ജീവിതത്തിനകത്ത് ചെയ്യാനുണ്ട്. ഇനിയും കർത്താവിന് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. കർത്താവിന് നിന്നെ ഒത്തിരി ഉപയോഗിക്കാനുണ്ടെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു. എന്തോ കർത്താവിന് ഒത്തിരി ഉപയോഗിക്കാനുണ്ട്. ചില മേഖലകൾ നീ അങ്ങ് നിന്ന് കൊടുത്താൽ മതി, കർത്താവ് നിന്നെ ശക്തമായി നിർത്തുമെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുകയാ. ഇരിക്കുന്ന ദേശത്ത്, ഇരിക്കുന്ന നാട്ടില്, ഇരിക്കുന്ന രാജ്യത്ത് കർത്താവ് നിന്നെ ശക്തമായി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. നീ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഈ ജനത്തിൻ്റെ മേൽ ഇനിയും കർത്താവിന് ചെയ്യാനുള്ളത് ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ. ഇനി തുറക്കുവാനുള്ളത് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഇവരുടെ ശുശ്രൂഷകൾ ചിലത് വിശാലതയിലേക്ക് വെളിപ്പെട്ട് വരട്ടെ. ഇവരുടെ ഫിനാൻഷ്യൽ മേഖലകളിൽ ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. ഇവരുടെ തലമുറകളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു ബ്രേക്ക് ത്രൂ. സുജാൻഡി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. തലമുറയുടെ മേൽ കർത്താവ് ഇനിയും എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചിലതിൻ്റെയൊക്കെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു, ചിലതൊക്കെ ഹല്ലേലൂയ മങ്ങിപ്പോയി. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. പ്രതീക്ഷകൾ മങ്ങണ്ട. ഹല്ലേലൂയ. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെ വീടിനകത്ത് സംഭവിക്കുമെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുകയാ. യേശുവിൻ്റെ നാമത്തിൽ അത് ആ വീടിനകത്ത് സംഭവിക്കട്ടെ, അത് വീടിനകത്ത് സംഭവിക്കട്ടെ. തലമുറയുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ ദൈവിക വിടുതലുകൾ സംഭവിക്കട്ടെ,
അസാധാരണ ദൈവപ്രവൃത്തികൾ സംഭവിക്കട്ടെ. കർത്താവെ, ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുക. പ്രാരംഭം മുതൽ ജോയിൻ ചെയ്ത എല്ലാവർക്കായി സ്തോത്രം. കർത്താവെ, അവരെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ ഈ ദിവസങ്ങളിൽ കർത്താവെ ചില വിശാലതകൾ ഉണ്ടാകട്ടെ, ചില അഭിവൃദ്ധികൾ ഉണ്ടാകട്ടെ, ചില നന്മകൾ വെളിപ്പെട്ടു വരട്ടെ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അനുഗ്രഹമായി മാറട്ടെ. എല്ലാവരെയും ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഇനിയും നിങ്ങളുടെ വീടിനകത്ത് വിശാലതകൾ ഉണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങളുടെ ശുശ്രൂഷകൾക്കകത്ത് ഇനിയും അഭിവൃദ്ധി ഉണ്ടാകും, നന്മകൾ ഉണ്ടാകും. ഇനിയും ആത്മാക്കൾ നിന്റെ ശുശ്രൂഷകൾക്കകത്ത് കർത്താവ് കൊണ്ടുവരും. നീ ചെല്ലുന്ന രാജ്യങ്ങൾ ദൈവം നിങ്ങൾക്ക് അവകാശമായി തരും. നീ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പട്ടണങ്ങൾ കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ തരും. ആമേൻ. ഈ ദിവസങ്ങൾ അത് സംഭവിക്കട്ടെ. ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ള പ്രത്യേക സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുകയാണ്. ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയ രൂപേനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. വചനം വായിച്ച് സഹായിച്ച പ്രിയപ്പെട്ടവരുണ്ട്, ദേവദാസിമാർ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ സാക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾക്ക് കർത്താവ് എന്തെങ്കിലും വിടുതലുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയുവാനുള്ള ടൈമാണ്. ഇന്ന് പുതുതായി ജോയിൻ ചെയ്ത ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. വരുന്ന ആഴ്ചയിലും നിങ്ങൾ ഇതേ ലിങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.